ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അനു ഹിയർ. സോ എല്ലാവരും ന്യൂ ഇയർ ഒക്കെ ആഘോഷിച്ചുവാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ ഡേറ്റ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മളെല്ലാവരും ചില ഓഫീസ് വർക്കിലായിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും പേപ്പേഴ്സൊക്കെ സൈൻ ചെയ്യാനുണ്ടെങ്കിൽ യൂഷ്വലി നമ്മൾ എഴുതുമ്പം നമ്മുടെ സിഗ്നേച്ചർ ഇടും. പിന്നെ ചിലവർ അടിയിൽ ഡേറ്റ് എഴുതുന്ന കാണാം. അതുപോലെ എന്തെങ്കിലും ഒഫീഷ്യൽ വർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഡേറ്റ് എഴുതേണ്ടതായിട്ട് വരും. അപ്പോൾ സപ്പോസ് ഫോർ എക്സാമ്പിൾ 1/1/2026 അത് ചിലവർ എഴുതുക 1/1/26 എളുപ്പത്തിന് വേണ്ടിയിട്ട് 26 എന്നാണല്ലോ എഴുതുക. 26 എന്നത് സാറ്റൻ്റെ നമ്പറാണ്, അതായത് ശനിയുടെ നമ്പറാണ്. അപ്പോൾ പുള്ളിക്കാരൻ കുറച്ചൊരു സ്ലോ ആണ്. അപ്പോൾ 26 എന്ന് എഴുതുമ്പോൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കുറച്ച് സ്ലോ ആവാൻ തുടങ്ങും. ഓക്കെ, ഒഫീഷ്യൽ വർക്ക് ആയിക്കോട്ടെ, ബാക്കിയുള്ള എന്ത് വർക്ക് ആയിക്കോട്ടെ, നിങ്ങൾ ഡേറ്റ് എഴുതുമ്പോൾ 1/1/26 എന്ന് എഴുതുമ്പോൾ നിങ്ങളുടെ കാര്യങ്ങളിലൊക്കെ ചെറിയൊരു തടസ്സങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ബിക്കോസ് 26 സാറ്റൻ്റെ നമ്പറാണ്, ശനിയുടെ നമ്പറാണ്. അപ്പോൾ അത് കുറച്ച് കാര്യങ്ങളൊക്കെ സ്ലോ ആക്കും. അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങളങ്ങനെ ഡേറ്റ് എഴുതുമ്പോൾ മുഴുവനായിട്ട് എഴുതുക. 1/1/2026 2026 എന്ന് മുഴുവനായിട്ട് എഴുതുക. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ 2026 എന്ന് പറയുമ്പോൾ നമ്പർ 1 ആണ്, സൂര്യൻ്റെ സൂര്യൻ്റെ നമ്പറാണ്. അപ്പോൾ പവർ ഭയങ്കര എല്ലാം എനർജറ്റിക് ആയിരിക്കും. സൺ അറിയാലോ, ഭയങ്കര എനർജറ്റിക് ആയിട്ട് എല്ലാ കാര്യങ്ങളും ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചുള്ള 26 എന്ന് എഴുതാതെ 2026 എന്ന് മുഴുവനായിട്ട് എഴുതുക. അത്ര സമയമൊന്നും എഴുതാൻ വേണ്ടി വരില്ലല്ലോ, ഒരു സെക്കൻഡ് പോലും വേണ്ടി വരില്ല 26 എന്ന് മുഴുവനായിട്ട് എഴുതാൻ. സോ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. Bye-bye.